പലപ്പോഴും രോഗികൾ ഡോക്ടർമാരോട് സ്വയം തുറന്നു പറയാൻ ഇഷ്ടപ്പെടാത്ത ചില അസുഖങ്ങളുണ്ട്. ഡോക്ടർമാർ ശ്രദ്ധാപൂർവം രോഗിയോട് ചികഞ്ഞ് ചോദിച്ചെങ്കിൽ മാത്രമേ ഇത്തരം രോഗങ്ങളെപ്പറ്റി രോഗികൾ പറയാറുള്ളൂ. യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രമൊഴിക്കുന്നതിൽ സ്വയമുള്ള നിയന്ത്രണം തൽക്കാലത്തേക്ക് ചിലപ്പോൾ നഷ്ടപ്പെടുക എന്നുള്ളത് ഇതിലൊന്നാണ്. യൂറിനറി ഇൻകോണ്ടിനൻസ് പലവിധമുണ്ട്. ഒന്നാമത്തേതിന് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാരം പൊക്കുമ്പോഴോ അറിയാതെ അല്പം മൂത്രം പുറത്തു പോകും. രണ്ടാമത്തേതിന് ഏർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. മൂത്രം ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാത്റൂമിലെത്താൻ അല്പം താമസിച്ചാൽ അറിയാതെ പെട്ടെന്ന് കുറച്ച് മൂത്രം പുറത്തു പോയിരിക്കും. മൂന്നാമത്തേതിന് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയും. മൂത്രസഞ്ചി നിറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണമില്ലാതെ അത് തുളുമ്പുവാൻ തുടങ്ങും. ഇതിൽ സർവ്വസാധാരണമായിട്ടുള്ളത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആണ്. മധ്യവയസ്സ് കഴിഞ്ഞ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളിലാണ് ഇത് സാധാരണ കാണുന്നത്. വീട്ടിൽ ജോലി ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ അറിയാതെ മൂത്രം പോകുന്നതിൻ്റെ വിഷമം മറ്റാരും അറിയാതെ അനേക വർഷങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകളുണ്ട്. ഈ അപകടത്തെപ്പറ്റി അവർ ബോധവാന്മാരായിരിക്കുന്നതിനാകാം ഇവർ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കും. ഡോക്ടർമാരോട് എല്ലാം തുറന്നു പറയാൻ മടിക്കാത്ത അമേരിക്കയിൽ പോലും ഈ അസുഖം മൂലം നിശബ്ദരായി മനോവിഷമം അനുഭവിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ, യൂറത്രൽ മസിൽസിൻ്റെ, യൂറിനറി സ്ഫിങ്ക്ടറിൻ്റെ ഇതിൻ്റെ എല്ലാം മധ്യവയസ്സ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബലക്ഷയമാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസിന് കാരണം. ഭൂരിപക്ഷം അവസരങ്ങളിലും ഈ രോഗം വളരെ ഫലപ്രദമായി ചികിത്സിക്കുവാൻ സാധിക്കുമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. പെൽവിക് ഫ്ലോർ മസിൽസിന് ശക്തി കൂട്ടുവാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട്. കീഗൽ എക്സസൈസ് എന്ന് പറയും. കീഗൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാൽ അതെന്താണെന്ന് പറഞ്ഞു തരും. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഉള്ള രോഗികളിൽ കീഗൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയവരിൽ 60% ആളുകൾക്കും 4 മാസത്തിനുള്ളിൽ വളരെ ഭേദം ഉണ്ടാകുന്നുവെന്നാണ് പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. ഒരു ചെലവുമില്ലാതെ എല്ലാവർക്കും നിഷ്പ്രയാസം ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കീഗൽ എക്സസൈസ്. എന്നാൽ കുറച്ച് രോഗികൾക്ക് വജൈനൽ പെസറീസ്, യൂറത്രൽ പാച്ചസ്, യൂറത്രൽ പ്ലഗ്സ് ഇവയെല്ലാം പ്രയോജനകരമായി ചിലപ്പോൾ കാണാറുണ്ട്. മൂത്രസഞ്ചിയുടെ സങ്കോച വികാസങ്ങളെ കൂടുതൽ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ചില മരുന്നുകളും ഡോക്ടർമാർ കുറിച്ച് തന്നേക്കാം. പ്രായമായ സ്ത്രീകളിൽ ഈസ്ട്രജൻ ക്രീം ഉപയോഗിക്കുന്നതും പലപ്പോഴും ഫലപ്രദമായി കാണാറുണ്ട്. ചിലപ്പോൾ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പോകുന്ന യൂറത്രയ്ക്ക് ചുറ്റും ചില ഇംപ്ലാന്റ്സ് ഇഞ്ചക്ട് ചെയ്യുകയും അവ യൂറത്രയുടെ ബൾക്ക് കൂട്ടുകയും ചെയ്യുന്നതിനാൽ സ്ട്രെസ് കോണ്ടിനൻസിന് കുറയുന്നതായിട്ട് കാണാറുമുണ്ട്. ഇവയെല്ലാം പരാജയപ്പെട്ടാൽ ഫലപ്രദമായ ശസ്ത്രക്രിയകളും ഇന്നുണ്ട്. ഈ ചികിത്സകളെല്ലാം പരാജയപ്പെടുന്നവർ ഇത്തരമുള്ള രോഗികളിൽ 90% ആൾക്കാർക്കും പരിശീലനം സിദ്ധിച്ച ഒരു നല്ല യൂറോളജിസ്റ്റ് ശസ്ത്രക്രിയ കൂടി ഭേദപ്പെടുത്തുവാൻ സാധിക്കും എന്നതാണ് നല്ല വാർത്ത. അതുകൊണ്ട് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് മൂലം മൂത്രത്തിൻ്റെ നിയന്ത്രണം അല്പാൽപം നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന എല്ലാ ആളുകൾക്കുമുള്ള മെസ്സേജ് ഇതാണ്: ഈ രോഗത്തിന് വളരെ ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഉണ്ട്. നിങ്ങൾക്ക് നന്ദി. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.